പെൻഷൻ കവർന്നെടുത്ത സർക്കാർ ജീവനക്കാരന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാതിരിക്കാനുള്ള സർക്കാരിന്റെ തന്ത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ മെട്രോയുടെ നേതൃത്വത്തില് സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധം നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. 2 ലക്ഷത്തോളം അധ്യാപകരെ അടക്കം 5.5 ലക്ഷത്തോളം പേരാണ് ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്ന സർക്കാർ ജീവനക്കാർ എന്ന നിലയിൽ പരിഗണിക്കുന്നത്. അതിൽ 1600ഓളം പേര് അതിനു പുറമെ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കുള്ള സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ കവർന്നെടുക്കുന്നു എന്നുള്ളത് അത്യന്തം ദുഃഖകരവും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ആ 1600ഓളം പേര് ഈ തരത്തിൽ മനുഷ്യത്വരഹിതമായ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇന്ന് പൊതുമണ്ഡലത്തിലെ വ്യക്തതയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഓരോരുത്തരും ഈ സമൂഹത്തിന് വേണ്ടി, സമാജത്തിന് വേണ്ടി, സർക്കാരിന് വേണ്ടി വളരെ പ്രതികൂലമായ സാഹചര്യത്തിലാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ പോലും ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ഏതാണ്ട് 50,000-ഓളം 1.5 ലക്ഷം കോടിയോളം രൂപയുടെ ബാധ്യത കവർന്നെടുക്കപ്പെടുകയോ പിടിച്ചുവയ്ക്കപ്പെടുകയോ ചെയ്യുമ്പോഴും മുണ്ടു മുറുക്കി ഉടുത്തുകൊണ്ട് പണിയെടുക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് പൊതുസമൂഹത്തിന് മുന്നില് അപമാന ഭാരം കൊണ്ട് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഞങ്ങള് കേരളത്തിലെ പൊതുമണ്ഡലത്തിന് മുന്നിൽ സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അഭിമാനം സംരക്ഷിക്കുവാൻ വേണ്ടിയും ഈ നാട്ടിലെ സാധാരണക്കാരന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവൻ അർഹതപ്പെട്ട ക്ഷേമ പെൻഷൻ അവന് മാത്രം ലഭ്യമാക്കണമെന്നുള്ള ആവശ്യം, അതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ തരത്തിലൊരു ധാർമ്മികമായ സമരത്തിന് ഇന്ന് ഫെറ്റോ നേതൃത്വം കൊടുത്തുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ പാവപ്പെട്ടവർക്കാണ് ക്ഷേമ പെൻഷൻ സർക്കാർ കൊടുക്കുന്നത്. ആ ക്ഷേമ പെൻഷൻ കിട്ടുന്ന പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിലെ സർക്കാർ ജീവനക്കാർ കൈയിട്ട് വാരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിഷേധം ഉയരാം. എന്നാൽ അതിലെ 1600ഓളം പേർ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ആരാണ് ഇത്തരം മനുഷ്യത്വരഹിതമായി പെരുമാറുന്നത് എന്നറിയുവാൻ ഏറ്റവും ആദ്യം ആഗ്രഹിക്കുന്നത് ഈ സമൂഹത്തിലെ സർക്കാർ ജീവനക്കാരാണ്. കാരണം ഞങ്ങളാണ് സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടണം. എങ്ങനെയാണ് എത്രയോ തട്ടുകളില് അരിച്ചാണ് ക്ഷേമ പെൻഷൻ കിട്ടുന്ന ആളുകളുടെ പട്ടിക സർക്കാർ അംഗീകരിക്കുന്നത്? തിരുവല്ല പഞ്ചായത്ത് സംവിധാനങ്ങളിലെ മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെയോ താല്പര്യത്തിലുള്ള എത്രയോ അംഗങ്ങളുണ്ട്. അവരുടെ വാർഡിലാണോ അതോ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഇതില് അഴിമതി കാട്ടിയിട്ടുണ്ടോ? എന്താണ് ഇതിന്റെ പിന്നിൽ സംഭവിച്ചിട്ടുള്ളത് എന്നറിയാൻ അങ്ങേയറ്റം കൗതുകം, താല്പര്യവും പൊതുസമൂഹത്തെ പോലെ തന്നെ ഞങ്ങൾക്കുമുണ്ട്. എന്തായാലും ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, ശുദ്ധമായ കൈകളുള്ള അധ്വാനിച്ചു മാത്രം പ്രതിഫലം പറ്റി ജീവിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് അപമാന ഭാരത്താൽ സമൂഹത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്ത് ഈ തരത്തില് ധാർമ്മികമായ പ്രതിഷേധമല്ലാതെ മറ്റു വഴികൾ ഞങ്ങളുടെ മുമ്പിലില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ധർമ്മസമരം ഇത് കേരളത്തിലെ 5.5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി നടത്തുന്ന സമരമാണ്. അതിലെ നേരത്തെ പറഞ്ഞതുപോലെ വൃത്തികെട്ട ആളുകളുണ്ട്. ആ വൃത്തികെട്ട ആളുകളുടെ ലിസ്റ്റ് സർക്കാർ പുറത്തുവിടണം. എങ്ങനെ അവർ കടന്നുകൂടി എന്നും സർക്കാർ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല തട്ടുകളിലുള്ള അരിപ്പകൾക്ക് വിധേയമായിട്ട് ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ആരും അറിയാതെ ഒരു സുപ്രഭാതത്തിലെ ഈ ലിസ്റ്റ് അതിൽ കടന്നുകൂടിയതൊന്നുമല്ല. അതിന് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ജനപ്രതിനിധികളുടെ ഭരണകക്ഷിയുടെ ഒത്താശയുണ്ടാകും, ജനപ്രതിനിധികളുടെ താല്പര്യമുണ്ടാകും, അവരത് സംരക്ഷിച്ചിട്ടുണ്ടാകും. അപ്പൊ എവിടെയാണ് കുഴപ്പം സംഭവിച്ചത് എന്ന് സമൂഹത്തിന് അറിയണമെന്നുള്ളത് പോലെ തന്നെ ഞങ്ങൾക്കും അറിയേണ്ടതായിട്ടുണ്ട്. ആ കാര്യം മാത്രമാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഈ സമരത്തിലൂടെ ഇന്ന് ഈ ഒരു പ്രതിഷേധം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ രേഖപ്പെടുത്താനുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിക്കേണ്ടായി. കേരളത്തിലെ സാധാരണക്കാരും നിരാലംബരുമായിട്ടുള്ള ജനങ്ങൾ കൈപ്പറ്റുന്ന ക്ഷേമ പെൻഷൻ 1458 പേരടങ്ങുന്ന കേരളത്തിലെ സർക്കാർ ജീവനക്കാർ കൈപ്പറ്റി എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനം ഇന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. വളരെ വ്യക്തമായി ഫെറ്റോ പ്രസ്ഥാനം പറയാൻ ആഗ്രഹിക്കുന്നു. 1458
1458 സർക്കാർ ജീവനക്കാരുണ്ട് എന്ന് ഗവൺമെന്റ് കണ്ടെത്തിയ സ്ഥിതിക്ക് 1408 പേർ ആരൊക്കെയാണ് എന്ന് ആ ലിസ്റ്റ് മുഴുവൻ ഈ ഗവൺമെന്റ് പുറത്തുവിടാൻ തയ്യാറാകണമെന്ന് ആമുഖമായിട്ട് പറ്റും ആവശ്യപ്പെടുകയാണ്. സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണ്. അങ്ങനെയുള്ളവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഗവൺമെന്റ് ലഭ്യമാക്കണം. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ സർക്കാർ ചെയ്യുന്നത്? ഈ ക്ഷേമ പെൻഷനുമായിട്ട് അനർഹമായി പെൻഷൻ വാങ്ങിയവർ 1458 പേരടങ്ങുന്ന സർക്കാർ ജീവനക്കാർ മാത്രമാണോ? സർക്കാർ ജീവനക്കാരോടൊപ്പം പെൻഷൻ വാങ്ങിയ മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ്, ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിൽ ആ ലിസ്റ്റ് പ്രദർശിപ്പിക്കാൻ ഈ സർക്കാർ അടിയന്തരമായ നടപടി സ്വീകരിക്കണം. സർക്കാർ ജീവനക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം പെൻഷൻ കൈപ്പറ്റിയ എല്ലാവർക്കെതിരെയും നടപടിയുണ്ട്. ഇവിടെ എന്താ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ കീഴിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഇടതുപക്ഷ നേതാവായിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്നാണ് പത്രവാർത്ത. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. BMW കാർ വീടിന്റെ മുന്നിലുണ്ട്, എല്ലാ സുഖ സൗകര്യമുണ്ട്, 2500 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്, 2, 3, 4 കാറുണ്ട്. ഇങ്ങനെ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ എന്ന പ്രദേശത്ത് സൗഭാഗ്യത്തോടുകൂടി കഴിയുന്ന വലിയ വരുമാനത്തോടെ സൗഭാഗ്യത്തോടെ കഴിയുന്ന ആളുകൾ 1600 രൂപയുടെ പെൻഷൻ കൈപ്പറ്റുന്നു. ആരായി ലിസ്റ്റൊക്കെ തയ്യാറാക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ട് ഈ ക്ഷേമ പെൻഷന്റെ പേരിൽ ഈ കൊള്ളരുതായ്മയ്ക്ക് ഗവൺമെന്റ് കൂട്ടുനിൽക്കുന്നത്? അവരുടെ നടപടി വേണ്ടേ? അവർ ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ? കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇന്ന് മാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഈ ഗവൺമെന്റിനെ നയിക്കുന്ന കേരളത്തിന്റെ ധനമന്ത്രി പറയുന്നു, ക്ഷേമ പെൻഷൻ വാങ്ങിയവർ 1458 വരുന്ന സർക്കാർ ജീവനക്കാരാണ്. അങ്ങനെ 1458 വരുന്ന സർക്കാർ ജീവനക്കാർ അവർ ഗസറ്റ് ഓഫീസർമാരുണ്ടെന്ന് പറയുന്നു, കോളേജ് അധ്യാപകരുണ്ടെന്ന് പറയുന്നു, മറ്റ് NGO വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരുണ്ടെന്ന് പറയുന്നു. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അവരുടെ ലിസ്റ്റ് ഗവൺമെന്റ് പുറത്തുവിടണ്ടേ? അവരുടെ ലിസ്റ്റ് പുറത്തുവിടാത്ത കാലത്തോളം കേരളത്തിലെ 5.4 ലക്ഷത്തോളം വരുന്ന ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആത്മാഭിമാനത്തെയാണ് ഈ നാലംഗട്ട ഗവൺമെന്റ് തകർക്കുന്നത്. അവരുടെ ലിസ്റ്റ് പുറത്തുവിട്ടില്ലെങ്കിൽ ഈ നിൽക്കുന്ന ഞങ്ങളെല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിൽ കുറ്റക്കാരായി കാണും. കാരണം ആര് വാങ്ങി? ഈ 1458 ഈ നിൽക്കുന്ന ഞങ്ങളെല്ലാം മറുപടി പറയാൻ ബാധ്യസ്ഥരാകും. ആ വാങ്ങിയവരുടെ ലിസ്റ്റ് പുറത്തുവിടുന്നില്ല എന്നുള്ള നിർബന്ധബുദ്ധി ശ്രീ ബാലഗോപാൽ പ്രകടിപ്പിക്കുന്നുവെങ്കിൽ കാര്യം ഉറപ്പല്ലേ, വ്യക്തമല്ലേ? ഈ 1458 ഇടത് സംഘടനയുമായി സഹകരിക്കുന്നവർ, CPM-ന്റെ ഭരണത്തിന്റെ കീഴിൽ എല്ലാ തടലും ഏറ്റുവാങ്ങുന്നവർ, CPM-ന് വേണ്ടി, കേരള NGO യൂണിയന് വേണ്ടി, അവരെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവരായിരിക്കും ഈ 1458 പേരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ എന്ന കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത്? അതുകൊണ്ടല്ലേ ഗവൺമെന്റ് ഇത് പുറത്തുവിടില്ല എന്ന് പറയുന്നത്? അതുകൊണ്ടല്ലേ ഗവൺമെന്റ് ഇക്കാര്യം പുറത്തുവിടില്ല എന്ന് വാശി പിടിക്കുന്നത്? അടിയന്തരമായി ബാലഗോപാൽ ചെയ്യേണ്ടത് ഈ 1458 പേരോടൊപ്പം ഗവൺമെന്റ് അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയ മുഴുവൻ ആളുകളുടെ ലിസ്റ്റ് പുറത്തുവിടണം.
സർക്കാർ ജീവനക്കാർക്കെതിരെ നിയമാനുസൃത നടപടി സ്വീകരിക്കണം. ആ സ്വീകരിക്കുന്ന സമയത്ത് മറ്റ് വാങ്ങിയ മുഴുവൻ ആളുകളിലും നിയമ നടപടി സ്വീകരിക്കണം. ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് ഒത്തുകളിക്കുകയാണ്. കേരളത്തിലെ സർക്കാർ ഇവിടെ ഒത്തുകളിക്കുകയാണ്. അവർക്ക് താല്പര്യമുള്ളവരെ സംരക്ഷിക്കുക എന്ന ഒരു അജണ്ടയുമായി ബാലഗോപാലും കൂട്ടരും മുന്നോട്ട് പോവുകയാണ്. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ കഴിയില്ല. നിയമാനുസൃതമായി ഈ കാര്യങ്ങൾ ചെയ്യാൻ കേരളത്തിലെ സർക്കാരിന് ബാധ്യതയുണ്ട്. ശ്രീ പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം പറയുന്നു ശക്തമായ നടപടി സ്വീകരിക്കും. പക്ഷേ പേര് പുറത്തുവിടില്ല. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കേരളത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു പിടി അരി മോഷ്ടിച്ച ഒരു ആദിവാസി യുവാവിനെ പരസ്യമായി വിചാരണ ചെയ്ത് തല്ലിക്കൊന്നു. അങ്ങനെ തല്ലിക്കൊന്ന ഒരു നാട്ടിൽ സാധാരണക്കാരന്റെ പെൻഷൻ കൈപ്പറ്റിയവരുടെ പേര് പുറത്തുവിടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി ഗവൺമെന്റ് സ്വീകരിക്കുന്നുവെങ്കിൽ അത് BMW കാറുള്ളവന്റെ പേര് പുറത്തുവിടില്ല. ഈ സർക്കാരിന്റെ ഒത്താശയോടുകൂടി സർക്കാരിന്റെ പൊതുപണം കട്ടുമുടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ കൂടി സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് അതിൽ നിന്ന് ഒളിച്ചോടരുത്. ഞങ്ങൾ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ മാന്യമായി മുന്നോട്ട് പോകാം. സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവകാശിയരാക്കാനുള്ള ബാലഗോപാലിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പെറ്റോ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുകയാണ്.